ഇന്ന് നമുക്കൊരു ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമുക്ക് കറികളൊന്നും അധികം ഇല്ലാത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 3 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത തക്കാളി ആയിരിക്കണം, അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതൊരു 1/4 കിലോ തക്കാളി എടുത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇത് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു 6-7 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് ചോപ്പ് ചെയ്തും വെക്കാം. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്, ഇത്ര ഇൻഗ്രീഡിയൻസ് ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് 2 സൈഡിൽ വെക്കാം. ഇത് 3 ഗ്ലാസ് ബസ്മതി അരി കുതിർത്തി വെച്ചിരിക്കുന്നതാണ് കഴുകിയിട്ട്. അപ്പോൾ ഇത് സൈഡിൽ വെക്കാം. 10 മിനിറ്റോളം കുതിർത്തി വെക്കുക. അപ്പോൾ ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടാവുമ്പോൾ ഇതിലോട്ട് 5 ഏലക്കയും 5 ഗ്രാമ്പൂവും 2 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഓയിൽ ചേർത്തതിന് ശേഷവും ചേർക്കാം. ഇത് അല്ലാതെ ഇപ്പം വെറുതെ പാനിലോട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം വെറുതെ പാനിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ സ്പൈസസ് നല്ലപോലെ ചൂടാവുമ്പോൾ ഇതിലോട്ട് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് 100 ഗ്രാം ബട്ടർ വെച്ചിട്ടും ഇത് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് വെച്ചിട്ടും കുക്ക് ചെയ്യാം. നെയ്യിലും നല്ലത് ബട്ടർ ആയിരിക്കും. ഓയിലും ഈ സ്പൈസസും നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴന്നു വരണം. ഏകദേശം 3 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. അങ്ങനെ വഴറ്റി കൊടുത്തു കഴിയുമ്പോൾ ഇതൊന്ന് സവാളയൊക്കെ ഒന്ന് വാടി വരും. ആ സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. അപ്പം റൈസായി വന്നപ്പോൾ എനിക്ക് ഇത്തിരി എരിവ് കുറവ് പോലെ തോന്നി. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോളാം പറഞ്ഞത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഇത്തിരി എരിവ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലായിരിക്കണം ആ സമയത്ത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ഏകദേശം 2 മിനിറ്റിന് ശേഷം ഇതിന്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 നാരങ്ങയാണ് പിഴിഞ്ഞൊഴിച്ചത്. അപ്പം റൈസ് പാകമായി വന്നപ്പോൾ എനിക്ക് ഇത്തിരി പുളി കുറവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ആ അളവ് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പാകം നോക്കിയാലും മതി. ഇപ്പം കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ഏകദേശം 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ചേർക്കുന്നുള്ളതുകൊണ്ട് ചെറിയ ഒരു മധുരം ഉണ്ടാവുമല്ലോ സോസിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാരങ്ങയുടെ അളവ് 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തോളാനായിട്ട്. ഈ സമയത്ത് എരിവ് പാകമാണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരി 3 ഗ്ലാസ് ആണ് എടുത്തിരുന്നത്. 250 ml ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ വെള്ളം 5.5 ഗ്ലാസ് ആണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കാരണം ടൊമാറ്റോയുടെ ആ ഒരു ഗ്രേവിയൊക്കെ കുറച്ചുണ്ടല്ലോ നമ്മൾ ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം 6 ഗ്ലാസ് ചേർത്ത് കൊടുക്കാതെ ഇരിക്കുന്നത്. സാധാരണ ഡബിൾ ആണല്ലോ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പാകമാക്കി കൊടുക്കുക. ഒരല്പം മുൻപിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്.
ഇപ്പൊ തീ കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആ 10 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് അരിച്ചെടുത്ത അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല അരിയിൽ, അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് വീണ്ടും തിളച്ചു തുടങ്ങുമല്ലോ, ആ സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ തീ കുറവായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വറ്റിക്കരുത്. അരി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വറ്റി വരുമ്പോൾ ഈ അരി നല്ലതുപോലെ പാകമായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ വറ്റി ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ സ്പ്രിംഗ് അനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് അനിയനും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ സ്പ്രിംഗ് അനിയൻ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ചോറുമായിട്ട് ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിടുക. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കറികളൊന്നും അധികം ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റൈസാണ്. അപ്പോൾ ഇത് വെറുതെ നമുക്ക് കറികളൊന്നും ഇല്ലാതെ വേണമെങ്കിലും തിന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.